ഒരു ക്ഷേത്രം പണിത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോ സൈഡിലോ ഗോപുരത്തിലോ കൊടി പൊക്കുക എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങില്ല. ബട്ട് ഇന്നത് അയോധ്യയിൽ ചെയ്യുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇവൻ്റ് ഉണ്ടാവാൻ കാരണം? ഞാനൊരു 3 മാസം മുമ്പ് അയോധ്യയിൽ പോയിരുന്നു. അതിഭയങ്കരമായ പൊടി പറക്കുന്ന വലിയ ജോലികൾ നടക്കുന്നു. ഫിനിഷിംഗ് ജോലികളാണ്, പുറത്താണ്, ബട്ട് പൊടി പറക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ടാർഗറ്റ് വെച്ചിരിക്കും. എല്ലാ ആഴ്ചയും യോഗി ആദിത്യനാഥ് വരും പ്രോഗ്രസ് ചെക്ക് ചെയ്യാൻ. ഇപ്പോൾ ഈ പെർട്ടിക്കുലർ ഡേറ്റിന് മുമ്പ് ബാക്കി വന്ന ജോലികൾ മുഴുവൻ, ക്ഷേത്രം പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പണിയാണല്ലോ. അതിൻ്റെ പുറത്തെ പ്രാകാരം, ഗോപുരം, അതിൻ്റെ അടിത്തറ, അതിൻ്റെ ചിത്രപ്പണി, അതിൻ്റെ തൂണുകൾ, വിശ്രമിക്കാനുള്ള സ്ഥലം, ഇതെല്ലാം ചേർന്നതാണ് ക്ഷേത്ര സമുച്ചയം. അപ്പോൾ ആ പണി മുഴുവൻ കഴിഞ്ഞിട്ടാണ് ഈ കൊടി പൊക്കുന്നത്. എന്തിന് കൊടി പൊക്കണം? എന്തിന് പ്രധാനമന്ത്രി അവിടെ പോകണം? പ്രതിഷ്ഠയ്ക്ക് പോയി, ശരി, നിങ്ങളുടെ വലിയൊരു ഇതായിരുന്നു, അത് ചെയ്തു, അത് കഴിഞ്ഞല്ലോ. പിന്നെ ഈ കൊടി പൊക്കാൻ പോകേണ്ട കാര്യമില്ല. ഭാരതീയ നാഗരികതയുടെ, ഇന്ത്യൻ സിവിലൈസേഷൻ്റെ ഒരു കൊടിയാണ് ഇന്ന് അയോധ്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഭാരതത്തിൻ്റെ മൊത്തം നരേറ്റീവ് മാറ്റിമറിക്കാൻ പ്രാപ്തിയുള്ള ഒരു കാവിക്കൊടി, അത് ശ്രീരാമൻ്റെ ജന്മസ്ഥാനത്ത് അയോധ്യയിൽ ഉയരുന്നു.